നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ഫിലിമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം. ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹൈന്ദവ പുരാണ പ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ 4ാമത്തെ ഉഗ്ര അവതാരമാണ്. ഭക്ത സംരക്ഷണത്തിന് വേണ്ടി സഭാസമ്പത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവാണ് ആ മൂർത്തി. വൈശാഖ പുണ്യമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് ഈ ഉഗ്രരൂപത്തിൻ്റെ ജയന്തിയായി ആഘോഷിക്കുന്നത്. ഈ അവതാര ദിവസമാണ് ഇത്. ഈ ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഈ ഉഗ്രരൂപത്തിന്റെ ജയന്തി ഏറെ വിശേഷപ്പെട്ട ദിവസമാണ്. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ കൊല്ലാനുമായി അവതാരമെടുത്തതാണ്. ഉഗ്രമൂർത്തിയെ കണ്ട് സകല ദേവീദേവന്മാരും ഭയന്നു വിറച്ചു. വിഷ്ണുവിന്റെ പരമഭക്തനും 5 വയസ്സുള്ള ബാലനുമായ പ്രഹ്ലാദൻ സ്തുതിച്ചതോടെ ആ മൂർത്തിയുടെ കോപത്തിൽ അല്പം കുറവ് വന്നു. ലക്ഷ്മി സമേതനായി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തന്റെ മരണം ഇപ്രകാരം ആകാവൂ എന്ന് വരം വാങ്ങി. മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത്. ഈ വരം മാനിച്ച് ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു എടുത്ത ആ ഉഗ്രമൂർത്തിയുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मत्स्यो मृत्युं नमाम्यहम्. വരബലത്തിൽ അഹങ്കാരിയായ ഹിരണ്യകശിപു ജനദ്രോഹിയായി. സഹോദരനായ ഹിരണ്യാക്ഷനെ പോലെ അയാളും ദേവലോകം ആക്രമിച്ചു കീഴടക്കി. ദേവന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കി. ഇതിൽ ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. താൻ ഉടനെ പ്രശ്നപരിഹാരം നടത്തിക്കൊള്ളാമെന്ന് ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു. ഇതിനിടയിൽ ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാധു ഗർഭിണിയായി. സുന്ദരിയായ കയാധുവിനെ കണ്ടുമയങ്ങിയ ദേവേന്ദ്രൻ അവളെ ബന്ദിയാക്കി ഹിരണ്യകശിപുവിനോട് പകവീട്ടാൻ ശ്രമിച്ചെങ്കിലും നാരദ മഹർഷിയുടെ ആവശ്യപ്രകാരം അവളെ വിട്ടയച്ചു. തുടർന്ന് കയാധുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹർഷി അവൾക്ക് വിഷ്ണു കഥകൾ ധാരാളം പറഞ്ഞുകൊടുത്തു. ആശ്രമത്തിൽ വെച്ച് തന്നെ കയാധു പ്രഹ്ലാദന് ജന്മം നൽകി. മാതൃഗർഭത്തിലായിരിക്കെ തന്നെ വിഷ്ണു കീർത്തനങ്ങളും മറ്റും കേൾക്കാനിടയായ പ്രഹ്ലാദൻ തന്മൂലം ബാല്യം മുതലേ തികഞ്ഞ വിഷ്ണുഭക്തനായി മാറി. വളർന്നപ്പോൾ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയ പ്രഹ്ലാദൻ ഗുരുവടക്കം അവിടെയുള്ളവരെയും തികഞ്ഞ വിഷ്ണുഭക്തരാക്കി മാറ്റി. ഇതിനിടയിൽ ഹിരണ്യകശിപു തന്റെ രാജ്യത്ത് വിഷ്ണു പൂജ നിരോധിച്ചു. ആരും വിഷ്ണുവിനെ പൂജിക്കരുതെന്നും തന്നെ മാത്രമേ പൂജിക്കാൻ പാടൂ എന്നും അയാൾ ആജ്ഞാപിച്ചു. നിയമം ലംഘിച്ച നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തന്റെ പുത്രൻ ശത്രുവിനെ വധിക്കുന്നത് അസഹനീയമായി തോന്നിയ ഹിരണ്യകശിപു അവനെ വധിക്കാൻ പല രീതിയിലും ശ്രമിച്ചു. കൊക്കയിലും കടലിലും വലിച്ചെറിഞ്ഞും പാമ്പിന് ചിഹ്നം കൊടുത്തുമൊക്കെ വധശ്രമം നടത്തി. എന്നാൽ ഭഗവത് കൃപ മൂലം തദവസരങ്ങളിലെല്ലാം അവൻ രക്ഷപ്പെട്ടു. ഇത് ഹിരണ്യകശിപുവിനെ പൂർവാധികം കോപിഷ്ഠനാക്കി. അയാൾ തന്റെ സഹോദരിയായ ഹോളികയെ അതിനായി വിളിച്ചുകൊണ്ടുവന്നു. ശരീരം ഒരിക്കലും അഗ്നിയിൽ ദഹിച്ചു പോകില്ല എന്ന വരം ഹോളിക ബ്രഹ്മാവിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതറിയാമായിരുന്ന ഹിരണ്യകശിപു തന്മൂലം പ്രഹ്ലാദനെ തീ കൊടുത്തു കൊല്ലാനാണ് തീരുമാനിച്ചത്. വിറക് ശേഖരിച്ച് കൊളുത്താനായി തീയും കൊണ്ടുവന്ന ശേഷം പ്രഹ്ലാദനെയും ഹോളികയെയും വിറകിന് മുകളിൽ കിടത്തി. തുടർന്ന് ഹിരണ്യകശിപു തീ കൊളുത്തി. എന്നാൽ പ്രഹ്ലാദൻ വീണ്ടും രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹോളികയുടെ വരം നിഷ്ഫലമാകുകയും അവൾ തീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. തുടർന്ന് പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യയ്ക്ക് എവിടെ നിന്റെ ഭഗവാൻ എന്ന ചോദ്യം പ്രഹ്ലാദനോട് ചോദിച്ചു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടപാടെ കോപാക്രാന്തനായ ഹിരണ്യകശിപു അടുത്തു കണ്ട ഒരു തൂൺ കാണിച്ച് ഇതിലും നിന്റെ ഭഗവാൻ ഉണ്ടോയെന്ന് അഹന്തയോടെ മകനോട് ചോദിച്ചു. ഉടൻ തന്റെ ദേഷ്യത്തിൽ തന്റെ ഗദ കൊണ്ട് തൂൺ അടിച്ചു തകർത്തു. ആ നിമിഷം ഒരു ഉഗ്രരൂപം പുറത്തു വന്നു. ആ രൂപമാണ് മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അതിഭയങ്കരനായ അവതാരം.
നരസിംഹം. വരത്തിൽ പറഞ്ഞതുപോലെ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു നരസിംഹാവതാരം. സിംഹത്തിന് തലയും മനുഷ്യന്റെ ഉടലുമുണ്ടായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തന്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറുകീറി പിളർത്തിക്കൊന്നു. കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ വരത്തിന്റെ മറ്റു നിബന്ധനകളും പാലിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാൻ പ്രഹ്ലാദന്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ശാന്തരൂപനായി അവനെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി. हाँ पुत्र, क्या कहा था तुमने? इस लो स्तंभ में तेरा विष्णु है। यदि इस लो स्तंभ में तेरा विष्णु है तो जा गले लग इसके, जा। आगे बढ़ दुष्ट, अपने विष्णु का आलिंगन कर, जा। जो आज्ञा पिताश्री, आपका आशीर्वाद चाहिए। वासुदेवाय। ओम नमो भगवते वासुदेवाय। मैं अपने विष्णु के गले लग गया पिताश्री। धूर्त कपटी, अवश्य तेरे पास मायावी शक्तियां हैं जिसकी सहायता से तूने इस लो स्तंभ को ठंडा कर दिया। सैनिकों, बांध दो इसे इसी खंबे से। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। अब तुझे कोई नहीं बचा सकता, तेरा विष्णु भी नहीं। हाँ, कर ले अपने विष्णु का मन भर के स्मरण कर ले। यदि तेरे कथनानुसार इस स्तंभ में विष्णु है तो कह कि वो बाहर निकल कर अब तू जीवित नहीं बचेगा।
तेरी मृत्यु हो धूर्त, तेरा काल। नहीं, ये नहीं हो सकता। मैं नहीं मर सकता। मैं भगवान हिरण्यकशिपु हूं। मैं नहीं मर सकता। क्यों नहीं मर सकता दुष्ट? क्या तूने किसी माता के गर्भ से जन्म नहीं लिया है? ब्रह्मा जी ने मुझे वरदान दिया है। क्या वरदान दिया है? कि ना मैं दिन में मर सकता हूँ, रात्रि में। तो देख दुष्ट, इस समय न दिन है ना रात्रि, ये संध्या काल की बेला है। ना मैं घर के भीतर मर सकता हूँ, न घर के बाहर। तू न घर के भीतर है न घर के बाहर, तू इस समय चौखट पर है। ब्रह्मा जी ने कहा था कि ना मैं धरती पर मर सकता हूँ, आकाश में। ब्रह्मा ने सत्य कहा था। देख तू इस समय ना धरती पर है ना आकाश में, तू धरती और आकाश के मध्य मेरी गोद में है। और क्या कहा था भाग्य विधाता ने? उन्होंने कहा था कि ना मुझे पशु मार सकता है ना मानव। मुझे ना कोई पशु मानेगा ना मानव। मैं आधा नर और आधा सिंह, मेरा नाम नरसिंह है। और क्या कहा था? उन्होंने कहा था कि मेरी मृत्यु न शस्त्र संभव है, न अस्त्र से। मेरे हाथों में ना कोई अस्त्र है ना शस्त्र। मैं अपने नखों से तेरा पुत्र चीर कर तेरा वध करने जा रहा हूँ। अरे बचाओ, अरे बचाओ, कोई। तेरा अंत निकट आ चुका है मूर्ख। तू बच जाता तो एक ऐसी परंपरा का जन्म होता जो समस्त सृष्टि के लिए अनर्थकारी सिद्ध होती। पिता जन्मदाता है, यदि वही अपने पुत्र का वध करने लग जाए तो सृष्टि का क्या होगा? बचाओ। ദിക്കുകളെല്ലാം ഞെട്ടിവിറയ്ക്കുന്ന രീതിയിൽ അട്ടഹാസത്തോടുകൂടി നരസിംഹാവതാരം സംഭവിക്കുകയും സന്ധ്യയ്ക്ക് തന്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിന്റെ വധം നടത്തുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഭക്തരെ ദുരിതക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഏതു ഉപായത്തിലൂടെയും ഭഗവാൻ എത്തിച്ചേരും എന്ന സന്ദേശമാണ് ഇതിലുള്ളത്. ഭഗവാൻ വിഷ്ണു നരസിംഹാവതാരം എടുത്ത ദിവസം ഭാരതത്തിലെ ഹിന്ദുക്കൾ നരസിംഹ ജയന്തി ആചരിച്ചു വരുന്നു. കേരളത്തിലെ പ്രധാന നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ: പ്രസിദ്ധനായ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമിയുടെ ശ്രീകോവിലിന് തെക്കുഭാഗത്തായി തുല്യ പ്രാധാന്യത്തോടെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട്. തെക്കുഭാഗത്തുള്ളതിനാൽ തെക്കേടത്ത് നരസിംഹമൂർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. നരസിംഹമൂർത്തിക്ക് പത്മനാഭസ്വാമിയുടെ അതേ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ ക്ഷേത്രത്തിലെ 3 പ്രധാന പ്രതിഷ്ഠകളിൽ ഒന്നാണ് തെക്കേടത്ത് നരസിംഹമൂർത്തി. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയാണ് മൂന്നാമത്തെയാൾ. വക്കം ശ്രീ കുടിയിരിക്കൽ കാവിൽ ദേവി ഉഗ്രനരസിംഹമൂർത്തി ക്ഷേത്രം തിരുവനന്തപുരം. പേരൂർ തൃക്കോയിക്കൽ മഹാനരസിംഹ ക്ഷേത്രം അഞ്ചൽ കൊല്ലം. മാവേലിക്കര മറ്റം നരസിംഹസ്വാമി ക്ഷേത്രം ആലപ്പുഴ. ആനയടി പഴയിടം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം തിരുവനന്തപുരം. തുറവൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ആലപ്പുഴ. കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം ആലുവ. മഹാവിഷ്ണു കൃതയുഗത്തിൽ 4 അവതാരങ്ങളെടുത്തു. അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം. മഹാവിഷ്ണുവിനെ ശാന്തസ്വരൂപനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ നരസിംഹം ഉഗ്രമൂർത്തിയാണ്. ഭയം, ശത്രുപീഡ, രോഗം, ദാരിദ്ര്യം, പേടിസ്വപ്നം തുടങ്ങിയ കടുത്ത ദുരിതങ്ങളിൽ നിന്ന് മുക്തിക്കായി ഉഗ്രനരസിംഹത്തെ വിശ്വാസികൾ ആരാധിക്കാറുണ്ട്. നരസിംഹമൂർത്തിയെ ആരാധിച്ചാൽ ശത്രുക്കളുടെ വീര്യവും ഉപദ്രവവും ഇല്ലാതാകുമെന്ന വിശ്വാസം വൈഷ്ണവർക്കുണ്ട്. ലക്ഷ്മി ഭഗവതിയോടൊപ്പം ചേർത്ത് ലക്ഷ്മി നരസിംഹമൂർത്തി എന്ന ഭാവത്തിൽ ആരാധിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ദാരിദ്ര്യനാശം വരുത്തുകയും ചെയ്യും എന്നതാണ് വിശ്വാസം. ഈ വീഡിയോ ഫിലിം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹങ്ങളും ഐശ്വര്യവും നേർന്നുകൊണ്ട് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.